ഹാപ്പി ഡേ ചേച്ചി. എന്താണ് ചേച്ചി നോക്കുന്നത്? ഞാൻ സൂര്യ ടിവിയുടെ അടിച്ചുകയറിവ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാ. മൈജിയിൽ വന്നാലും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ കിട്ടും പറഞ്ഞേ. അപ്പൊ ഒന്ന് കയറി നോക്കാൻ വന്നത്. അത് ചേച്ചിക്ക് കാണുന്ന രണ്ടുപേരുണ്ട്, അവരെ കാണിച്ചു തരാം. ചേച്ചി വാ. ആയിക്കോട്ടെ. എവിടെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജും നല്ല മുന്തിയനും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും നോക്കി ഇഷ്ടമുള്ള സെലക്ട് ചെയ്തു. വിടാനിടാ ചേച്ചി, അങ്ങനെ ചുമ്മാ ഒന്നും എടുക്കാനൊന്നും പറ്റൂല. മത്സരിക്കാനായിട്ട് നമ്മുടെ അവിടെ വരണം, എന്നിട്ട് അവിടെ കിടന്ന് മത്സരിച്ചതിന് ശേഷം വേണം ജയിച്ചോണ്ട് പോവാൻ. മത്സരിക്കാൻ വന്നതാണ്. ഓ അങ്കി വാ പോവാ. ആദ്യം മത്സരം, പിന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും. അതാണല്ലേ. ഓക്കേ. അപ്പൊ ഇങ്ങോട്ട് വായാലോ, അടിച്ചു കേറി വാ. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, co-branded by KSFE Harmony ചിട്ടികൾ and special partner Happy Chat. Mr. Sivan, yes Mr. വിജയ്. ഇത് ഏത് നാടെന്ന് നിനക്ക് അറിയാവോടാ? കൽബില് തേനൊഴുകണ, കടല കോഴിക്കോട്, ഹലുവ മനസ്സുള്ള, നീ കോഴിക്കോട്, ബിരിയാണി മണമുള്ള, കോഴിക്കോട്, മിഠായി മധുരമുള്ള കോഴിക്കോട്, നാട് കോഴിക്കോട്. അപ്പൊ എന്തായാലും പറയാ, നമ്മുടെ കൂടെ ഒരു ആർട്ടിസ്റ്റ് എവിടെ? അവര് നീ അറിഞ്ഞില്ലല്ലേ, എന്തുവാ? ഇന്ന് അടിച്ചു കയറി വായിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാണാനുള്ള ജനത്തിരക്ക് കാരണം അവര് ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി. ശരിക്കും? അതെ, അവര് വന്നോളും. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സ്വയംവര പന്തലിലെ നന്ദിനി ആൻഡ് സൂര്യ ഉടൻ തന്നെ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ. ഈ തിരക്കുകളിൽ എവിടെയോ അവർ പെട്ടുകിടക്കാം. അത് പറഞ്ഞപ്പോ ഹായ്. അപ്പൊ നമ്മളെ കണ്ട ഇല്ലേ ഹായ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസറായ KSFE റെപ്രസെന്റ് ചെയ്ത സജീവ് സാറും അതുപോലെ തന്നെ സജിത മാമും ഇവിടെയുണ്ട്. പ്ലീസ് അവരെ നമുക്ക് നല്ലൊരു കൈ സ്വാഗതം ചെയ്യാം. അതായത് KSFEയുടെ ഏറ്റവും പുതിയൊരു ഹാർമണി ചിട്ടികൾ എന്ന് പറഞ്ഞൊരു പങ്ക്തി തുടങ്ങിയിട്ടുണ്ട്. ആ ചിട്ടികളിൽ നിങ്ങൾ എത്രയും വേഗം ചേരുക. ആദ്യം ചേരുന്ന അല്ലെങ്കിൽ ചേരുന്ന 100 പേർക്ക് സിംഗപ്പൂരിലേക്കുള്ള ഒരു യാത്ര സൗജന്യമായി, ഒരു ബമ്പർ സമ്മാനം. ഇനിയിപ്പോ നിങ്ങൾക്ക് സിംഗപ്പൂർ പോകണ്ടെന്നാണെങ്കിൽ അവർ 2 ലക്ഷം രൂപ അത് പോക്കറ്റ് ഇട്ടിട്ട്. അടിപൊളി. താങ്ക് യു മാം, താങ്ക് യു സാർ, താങ്ക് യു. നല്ലൊരു കഴിവ്. അങ്ങനെ കോഴിക്കോടിൽ നിന്നും മത്സരിക്കാനായി ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്ക് ഓടിച്ച് ഇവരുടെ പേരൊന്ന് ചോദിക്കാം. പേര് പറഞ്ഞ ചേച്ചി? അന്നലക്ഷ്മി. അന്നലക്ഷ്മി. ഇന്ദിര. നാളെ റീത്ത. നിസാർ. മഞ്ജു. ഫാത്തിമ. അപ്പോ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യമുള്ള ആരാണുള്ളത്? ഇവിടെ ഒരാളുണ്ട്. അവിടെ റെഡി ആയിട്ടുണ്ട്. അയ്യാ, നീ ഈ ചേച്ചിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ കാണണം. ഒരു പാട്ടിട്ട് കൊടുക്കോ. സിബി കിടില ഒരു കോറിയോഗ്രാഫറാണ്. സിബിന്റെ ശിക്ഷണത്തിൽ ചേച്ചി സിബിനും കൂടെ ഒരു കിടിലൻ ഡാൻസ്, മുട്ട ഡാൻസ് കളിക്കാം. ഇങ്ങനെ കാണിക്കുക. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. കൊല്ലരുത്. ആത്മാവിനുള്ളിൽ തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാൻ മനസ്സിൽ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ നേർത്ത വെയിലായി വന്നു വിഴിയിൽ തൊടുന്നു പതിവായി. ഒരു കാറ്റ് പോലെ. എന്ത് പറ്റി? അളിയാ, വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, സൂപ്പർ, എക്സൈറ്റിംഗ്, ഡെലിഷ്യസ്. അളിയാ സൂപ്പർ, അളിയാ സൂപ്പർ. ഒരുമാതിരി മനുഷ്യൻ മൂട് പിടിച്ച് വന്നപ്പോ പാട്ട് നിർത്തിക്കളഞ്ഞു. അപ്പൊ പുതിയതായിട്ട് വന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചി പേര്? എന്റെ പേര് അംബിക. എന്റെ പേര് സുജാത. സുജാത.
ഇനി ഇതിൽ നിന്ന് രണ്ടുപേർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു റൗണ്ടിലേക്ക്. സംഭവമുണ്ട്, അത് സംഭവമുണ്ട്. ആ രണ്ടുപേരെ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് മിസ്റ്റർ വിജയ്? അതായത് തുടക്കത്തിൽ നമ്മളൊരു ഓഡീഷനൊക്കെ നടത്തി. ഇതിൽ കുറച്ച് പേര് ഓൾറെഡി കുറച്ച് മാർക്ക് സ്കോർ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, ലീഡിംഗ് ആയിട്ട്. അവർക്കായിരിക്കും എപ്പോഴും മുൻഗണന. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. ഈ പറയുന്ന ഒരു ടാസ്ക് നമ്മൾ തരും, അതിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇന്നാവാൻ പോകുന്നത്. ഓക്കെ, പെണ്ണുങ്ങൾക്കാണ് ടാസ്ക് എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് ബിരിയാണി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഒന്നാം തരം കുറ്റിച്ചിറ ലഗൂൺ ബിരിയാണി. അപ്പൊ അത് പ്രതീക്ഷിച്ച് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ വന്നപ്പോഴത്തേക്ക് ചേട്ടന്റെ കയ്യിൽ ബിരിയാണി ഇല്ല, ഒരു വകയില്ല. അപ്പം അതിന് നിങ്ങൾ റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലെവലിൽ വരെ റിയാക്ട് ചെയ്യണം? പൊട്ടിത്തെറിക്കണം, നാഗവല്ലിയെ പോലെ പൊട്ടിത്തെറിക്കണം. ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും. അപ്പം ഏറ്റവും നന്നായിട്ട് പൊട്ടിത്തെറിച്ച് അഭിനയിച്ച് നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന അവർക്കായിരിക്കും ചാൻസ്. അപ്പൊ ആദ്യത്തെ ഭർത്താവ് ഇവൻ. ഓക്കെ, ബിരിയാണിയുടെ കടയില് നിങ്ങളോട് ഞാൻ രാവിലെ പോകുമ്പോ എന്താ പറഞ്ഞേ? എന്ത് പറഞ്ഞു? പോയിട്ട് വരാൻ പറഞ്ഞു. എന്ത് പോയിട്ട് വരാനും? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇവിടെ എന്താ ഒരു പച്ചവെള്ളം പോലെ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ബിരിയാണി അപ്പൊ അനക്ക് ഞാൻ പോയിട്ട് വരണ്ടേ? പോയിട്ട് വരാൻ നിങ്ങൾ വന്നില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ബിരിയാണി കിട്ടിയാൽ മതി. നിനക്ക് ബിരിയാണിയെ വലുത്, ഞാനാണോ വലുത്? വിടമാട്ടെ, എവിടെ വിടമാട്ടെ? വിടമാട്ടെ. അയ്യോ ഗനായേ, ഉന്നെ കൊന്ന് നിന്നെ കടിച്ച് തുപ്പി രക്തത്തെ കുടിച്ച് ഞാൻ നോക്കാരമാണ്. ഇതെന്തേ കയ്യിലൊന്നും കാണാത്തേ? കയ്യില് 10 വിരലുണ്ട്, നിനക്ക് കാണാൻ വയ്യേ? ഞാൻ പോകുമ്പോ എന്താ പറഞ്ഞിരുന്നേ? മീൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതെ, അപ്പളേക്ക് മറന്നോ? ബാക്കിയുള്ളവർ പറഞ്ഞാ അത് ഓർമ്മ നല്ലോണം ഏത് ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ളവര്? കുന്നുമ്മേ ശാന്ത. അല്ല, എനിക്കിപ്പോ എന്താണ് വേണ്ടേ? ഞാൻ പറഞ്ഞിരുന്നല്ലോ ബിരിയാണി വാങ്ങിക്കൊണ്ടുവരേ. എനക്ക് ബിരിയാണി കൊണ്ടുവരമാട്ടെ, കൊണ്ടുവരലീന. நான் உன்னைய கொன்னு என்னோட பசிய தீர்த்துக்குவேன். എന്തിന്? ഏറ്റവും നന്നായിട്ട് മാർക്ക് മേടിച്ചാരായിരുന്നു? ഇന്ദിരയ്ക്ക് ഓഡിഷന് നല്ല മാർക്കുണ്ട്, റീത്തയ്ക്കും നല്ല മാർക്കുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ദിരനെയും റീത്തേനെയും തിരഞ്ഞെടുത്താലോ? വിജയാളിയ, അങ്ങനെ ആ ട്രാഫിക്കിലൂടെ നീന്തി നീന്തി നീരാടി നമ്മുടെ 2 സെലിബ്രിറ്റി ചക്കര കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വയംവര പന്തലിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സൂര്യ ആൻഡ് നന്ദിനി. Let us please welcome. എന്ത് പറ്റി അതിന് ഒരു വണ്ടർഫുൾ മേക്ക് ഓവർ? വാട്ട് ഹാപ്പൻഡ്? ഞാൻ ഇങ്ങനെയാണ് ആ സീരിയലിന് വേണ്ടി എല്ലാ സീരിയലിന് വേണ്ടിയിട്ടുള്ള, അതാണ് ശരിക്കും ഞാൻ ഇത് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ വന്നതാണ് പറഞ്ഞത്. സൂര്യനെ എല്ലാവർക്കും അറിയാലോ അല്ലേ, സീരിയലിൽ കണ്ട്. ഇതുപോലെ എത്ര ഭർത്താക്കന്മാരെ നിങ്ങളുടെ വീട്ടിലുണ്ട്? പക്ഷെ ഇന്ന് ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ. പ്ലീസ് ദ കണ്ടസ്റ്റൻസ്, വരൂ വരൂ വരൂ. ഇന്ദിര പറയൂ, ഇന്ദിര എന്ത് ചെയ്യുന്നു? ഞാൻ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യാണ്, കോഴിക്കോട് കോർപ്പറേഷനിൽ. ചേച്ചി നേരത്തെ സംസാരിച്ചപ്പോ തമിഴ് ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ തമിഴ്നാട്ടിലാണ് ജനിച്ചതും വളർന്നതും കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇവിടേക്കാണ്. എന്താ ഊര്? പൊള്ളാച്ചി. പൊള്ളാച്ചി പക്കമാ വേട്ടക്കാരൻ. ഇവ പണ്ട് അങ്ങ് തോർത്ത് കച്ചവടத்துக்கு വന്നിருக்கு ഷൂട്ടിംഗ്. അപ്പൊ ഇനി റീത്താമ്മ കിട്ട കേള്. റീത്താമ്മ അല്ല, റീത്താമ്മ പറയണം. എന്റെ പേര് റീത്ത, ഭർത്താവിന്റെ പേര് രമേശ്. ഞാൻ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നു. ശരി, എന്നാ നമുക്ക് ലെവൽ 1ലേക്ക് പോയാലും നമ്മുടെ മത്സരത്തിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കണം. നമ്മുടെ ലെവൽ 1 മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ലഭിക്കുന്നു 5000 രൂപ വിലമതിക്കുന്ന ഒരു തേപ്പ് പെട്ടിയും എയർ ഫ്രയർ. ഈ 5000 രൂപയെ തുടങ്ങി 1,05,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ ഈ വേദിയിൽ നിന്ന് ഭാഗ്യശാലിയായ ഒരാൾ നേടിക്കൊണ്ട് പോകുകയാണ്. അതാരാണെന്നുള്ള ആ ഒരു സസ്പെൻസ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് പച്ച വിജയ് അല്ല പഴം. ഓക്കെ, നിങ്ങൾക്ക് ചിപ്സ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സിമ്പിൾ ആണ്. ചിപ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കാ തുറക്കുന്നത് പോലെ ഇതിങ്ങനെ ഈ സ്പൂണിന്റെ അറ്റം വെച്ചിട്ട് ഇത് ഒടിയാതെ ഫുൾ കീറി ഇതിനകത്തോട്ട് ഇടുക. ഇത്രയാണ് ഗെയിം. നിങ്ങൾക്ക് 60 സെക്കൻഡ് സമയം ഉണ്ടാവും. 60 സെക്കൻഡിനകത്ത് ഏറ്റവും കൂടുതൽ കാ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യുന്ന ആളായിരിക്കും വിജയിക്കുന്നത്. ഒടിഞ്ഞു പോകുന്ന കാ നമ്മൾ കൗണ്ട് ചെയ്യുന്ന അല്ല, ആ കാ നോട്ട് കൗണ്ടഡ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. തുടങ്ങിക്കോ, കൈ അടിച്ചു കൊടുത്താൽ നന്നായിട്ട്. നന്ദിനിക്കുട്ടി അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചോ. കം ഓൺ. വെരി ഗുഡ്. അത്ര കിട്ടിയാൽ മതി. ബാക്കി താനും കൈ ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. യെസ്, വണ്ടർഫുൾ. നീ അവിടെ നോക്ക്. നീ വല്ലവന്റെ പറമ്പി നോക്കണം. എന്തിനാണ്
അത്രേ ഉള്ളൂ. Yes, അടുത്തത് തുറന്നോ. നന്നായിട്ട് കൈയടിച്ചോളാം. Come on. ഇതാ 2 എണ്ണം കടന്നിരിക്കുന്നു. സമയം എത്രയാണ്? ഇവിടെ 3 എണ്ണം. അടിപൊളി. നമ്മളിപ്പോ ജയിക്കും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. സമയം കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിസ്സംശയം വിജയിച്ചിരിക്കുകയാണ് എന്റെ ടീമിൽ, നമ്മുടെ ടീമിൽ നിന്നും ഇന്ദിര. എന്തിനു ഡാൻസ് കളിക്കുന്നത്? നമ്മൾ തോറ്റിരിക്കുക. കിടക്കണ്ട. മംഗളം നേരുന്നു ഞാൻ. ഓക്കേ, ഞങ്ങളുടെ പഴയ കടയുടെ പേര് ഇന്ദിര ചിപ്സ് കട. ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമുള്ള പരിപാടിയാണ്. റീത്ത ആന്റി അഭിനയമൊക്കെ ഗംഭീരമായിരുന്നു, പക്ഷെ പഴമായിട്ട് നമ്മൾ ഇടപഴകിയപ്പോ കുറച്ചങ്ങോട്ട് വീക്കായി പോയല്ലേ. ഇന്ദിര, ഈ അയൺ ബോക്സും ഈ എയർ ഫ്രയറും താങ്കൾക്ക് സ്വന്തം. വെച്ചോ, തൽക്കാലം ഞാൻ വെച്ചിരുന്നോട്ടെ. അങ്ങനെയൊന്നും ഉറപ്പിക്കാനൊന്നും വരട്ടെ. ഇനി 4-5 ലെവൽ കിടപ്പുണ്ട്. ഇത് എപ്പോഴും വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാ അല്ലേ റീത്താമ്മ? സന്തോഷമല്ലോ. അളിയ സൂര്യ, ഇവിടുത്തെ ചേച്ചിമാര് വന്നപ്പോ തൊട്ട് അളിയനെ അന്വേഷിക്കരുത് എൻ്റെ അടുത്ത്. അപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യം, സൂര്യക്ക് മദ്യപാനം നിർത്താനുള്ള വല്ല പ്ലാൻ ഉണ്ടോ? ഞാൻ നിർത്തുവോ ഈ അടുത്ത് വല്ലതും? കള്ളുകൂടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, ആ, പക്ഷെ നിർത്താനുള്ള ഉദ്ദേശമില്ല. അതെന്താ? സീരിയല് കാര്യം അല്ല, അതിന് എന്തുകൊണ്ടാണ്? അമ്മയായിട്ടുള്ള ഇഷ്യൂസ്. അതുകൊണ്ട് തന്നെ കള്ളു കുടിക്കുന്നത്. നീ കേട്ടില്ലേ അങ്ങാടി തോറ്റ അമ്മയോടൊന്ന്? അതാണല്ലേ. അതിന് ചെറിയൊരു എക്സാമ്പിൾ ആണ്. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഈ സൂര്യയുടെ ഈ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു നന്മ കാണുമല്ലോ നന്ദിനി. അതെന്താണ്? ആ വീട്ടില് ബാക്കി എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ് സൂര്യ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരും KSFE ഹാർമണി ചിട്ടികളിൽ ചേരുക. ചേരുന്ന 100 പേർക്ക് ബമ്പർ സമ്മാനമായി ലഭിക്കുന്നു ഒരു സിംഗപ്പൂർ യാത്ര. അതല്ലെങ്കിൽ 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ ആണ് സിംഗപ്പൂർ യാത്ര. അപ്പൊ ലെവൽ 2 എന്താണ് സമ്മാനമായി ലഭിക്കുന്നത്? 15,000 രൂപയുടെ സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. ഓൾറെഡി കിട്ടിയ എയർ ഫ്രയറിന്റെയും തേപ്പോട്ടിയുടെയും കൂടെ ഒരു വാട്ടർ പ്യൂരിഫയർ, ഒരു ഇലക്ട്രിക് കെറ്റിൽ, ഒരു മിക്സർ ഗ്രൈൻഡർ, അങ്ങനെ 5 സമ്മാനം 15,000 രൂപയിലേക്കാണ് സെക്കൻഡ് ലെവൽ. ഓക്കേ, വീണ്ടും ബ്രെഡും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹാപ്പി പീനട്ട് ബട്ടർ. അപ്പൊ ഈ ബ്രെഡും ഹാപ്പിയുടെ പീനട്ട് ബട്ടറും വെച്ച് നമ്മൾ നല്ലൊരു കേക്ക് ഡിസൈൻ ചെയ്ത് വെക്കണം. അത് ആ കേക്ക് ഓരോ ലെയർ ആയിട്ടൊക്കെ ചെയ്ത് ഒരു കേക്കിന്റെ രൂപത്തിൽ, അതായത് ഇവര് വന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ കാണുമ്പോൾ നല്ല ഗുമ്മ് തോന്നണം. ആരുടെ കേക്കിനാണ് ആ ഗുമ്മ്, അവർക്കായിരിക്കും 15,000 രൂപ കിട്ടാൻ പോണം. Your time starts now. 60 സെക്കൻഡ് സമയമാണ്. 60 സെക്കൻഡിൽ മനോഹരമായ കേക്ക് ഉണ്ടാക്കുന്നത് ആരാണെന്ന് നോക്കാം. ഇത് അല്ല, അതല്ല, അത് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇതെടുത്ത് തേക്ക് ആദ്യം. പറഞ്ഞു കൊടുത്തേ. അത് ഇതെടുത്ത് അതിലോട്ട് അത് വെച്ച് ഇങ്ങനെ തേച്ച് നല്ല നല്ല ആവേശത്തോടെ അങ്ങ് വാരി കോരി അങ്ങ് ഒഴി അങ്ങാട്ട്. വേണമെങ്കിൽ വെരി ഗുഡ്. വെച്ചോട് നമ്മൾ പറയാനേ പാടുള്ളൂ. നമ്മൾ ഗൈഡ് ചെയ്യാം. ഓക്കെ, ഇനി സൈഡിൽ കൂടെ ഒക്കെ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഡിസൈൻ ഉണ്ടാക്കാം. നന്നായിട്ട് കൈയടിച്ചു കൊടുത്തേ. കമോൺ. നിങ്ങളുടെ ഒരു കഷ്ടപ്പാട്. പെട്ടെന്ന് ഉണ്ടാക്കണം. സമയം ഡെക്കറേറ്റ് ചെയ്തോ, എന്തെങ്കിലും പടമൊക്കെ വരച്ചോ, എന്തെങ്കിലും പടം. വെരി ഗുഡ്. ഡിസൈൻ ചെയ്തോ. വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യ്. കൊള്ളാം കൊള്ളാം. 9, 8, ആഹാ 7, 6, ഒരെണ്ണം സൈഡിൽ അവിടെ 5, താഴെ 4, 3, 2, 1, 0. ടൈം മതി. അങ്ങനെ നമ്മുടെ റീത്ത ചേച്ചി കിടിലം ഒരു കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജഡ്ജ്മെന്റ് റെഡി ആയിട്ടുണ്ട്. പറഞ്ഞോ, ജെന്യൂൻ ആയിട്ടാണെങ്കിൽ വെള്ളം ചേർത്ത്. ഓഫ് കോഴ്സ് ഐ നോ. ജനുവനായിട്ട് കുറച്ചുകൂടെ ഇതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ എപ്പോഴത്തെയും പോലെ വിജയ് ഇവിടെയും തോറ്റിരിക്കുകയാണ്. പാവം. വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച് നമുക്ക് തൽക്കാലം ഇന്ദ്ര ചേച്ചിക്ക് ഇന്നത്തെ ദിവസം ഇന്ദ്ര ചേച്ചിക്ക് അങ്ങ് കൊടുക്കാം. അത്രയല്ലേ ഉള്ളൂ. അപ്പം എന്റെ പ്രിയപ്പെട്ട റീത്താമ്മ, ഈ വേദി വിട്ടു പോകുന്നതിലുള്ള വിഷമം ഉള്ളിലുണ്ടെങ്കിലും ഒരു സമ്മാനം തന്നാണ് ഞാൻ വിടുന്നത്. രമേശ് ചേട്ടന് നല്ല കഞ്ഞിയൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് പാലക്കാടൻ നാച്ചുറൽ നെല്ലറി റൈസാണ് നമ്മുടെ നന്ദിനി കുട്ടി റീത്താമ്മയ്ക്ക് തരുന്നത്. അങ്ങനെ ആളില്ലാത്ത വിജയയുടെ ടീമിൽ ഇനി മത്സരിക്കാൻ പോകുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്. കായിൽ തുടങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുടെ പേര് നമുക്കറിയാം.
10 സെക്കൻഡിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്ഥലപ്പേരുകൾ നല്ല പടപടപടപടയെന്ന് പറയുന്നത് അവർക്കായിരിക്കും ചാൻസ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അവിടെ നോക്കുക. കാപ്പാട്, കക്കോടി, കരുവന്തിരുത്തി, കല്ലായി, കണ്ടഞ്ചേരി. കഴിഞ്ഞു ട്ടോ. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. അടുത്തത്. അഞ്ചെണ്ണം. കോഴിക്കോട്, കല്ലായി, കുറ്റിപ്പുറം, കാപ്പാട്. ആ പറഞ്ഞതിൽ നല്ല സ്പീഡിലും നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞ എനിക്കൊന്ന് തട്ടത്തിലെ ചേച്ചിയാണെന്ന് അല്ലേ? Yes. അപ്പൊ ഫാത്തിമ ചേച്ചിയായിരിക്കുന്നു എന്റെ ടീമിലെ അടുത്ത പോരാളി. ഞാനിതാ ഇറക്കുന്നു. പാത്തുമ്മ. നമ്മളെ സപ്പോർട്ട് ചെയ്ത് കുറെ നേരം കൈയടിച്ചും ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കാണികൾക്ക് സമ്മാനം കൊടുക്കാനുള്ള ടൈമാണ്. ഓക്കെ, ചോദ്യം ഇതാണ്. പെയ്തൊഴിയാതെ എന്ന സീരിയലിലെ ചാരുവിന്റെ ബിസിനസ് എന്താണ്? അറിയാവുന്ന ഒരു കൈപൊക്കിയാൽ. ചാരുലതയുടെ തുണിക്കച്ചവടം. തുണിക്കച്ചവടം കറക്റ്റ് ആൻസർ ആണ്. Yes. ചേച്ചിക്ക് ലഭിക്കുന്നു ഡീ പൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു സമ്മാനം. നല്ലൊരു കൈയടി കൊടുക്കാം. ചട്ടമ്പി പാറു സീരിയലിൽ പാറുവിന്റെ യഥാർത്ഥ ഗന്ധർവൻ ആരാണ്? ആരാ ഗന്ധർവൻ? ആ മോളുടെ കയ്യിലാണ്. ആരാണ്? പ്രിയേ. കറക്റ്റ് ആൻസർ. അപ്പോ കറക്റ്റ് ഉത്തരം പറഞ്ഞ ആൾക്ക് മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ് നൽകുന്ന ഒരു ഇട്ടിവെട്ട് സമ്മാനമാണ്. നല്ലൊരു കൈയടി. Great. ചേച്ചി അടിച്ചു കയറി വരുമെന്ന പ്രതീക്ഷയോട് കൂടി ചേച്ചിയെ പരിചയപ്പെടാം. എന്റെ പേര് ഫാത്തിമ. കോഴിക്കോട് കോർപ്പറേഷൻ ഹരിത കർമ്മസേന അംഗമാണ്. സൗത്ത് കൺസോർഷ്യം പ്രസിഡന്റ് ആണ്. അളിയ സിബി. ഓ പറ അളിയാ. മൂന്നാമത്തെ ലെവല് 30,000 രൂപ. പ്രിയപ്പെട്ട നാട്ടുകാരെ, 30,000 ഇന്ത്യൻ റുപ്യ. ഈ ബറോട്ട മാവിന്റെ അകത്ത് നമ്മൾ പല നിറത്തിലുള്ള മോതിരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് 60 സെക്കൻഡിനുള്ളിൽ ഈ ബറോട്ട മാവിന്റെ അകത്തുനിന്ന് ഒരു ചുവന്ന മോതിരം കണ്ടെടുക്കുന്നത് അവർക്കായിരിക്കും കിട്ടാൻ പോകുന്നത് 30,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ. Your time starts now. വലിച്ചിക്കിറ്. വലിച്ച് ചങ്ങ പിന്നെ വലിച്ചെറി. ഏച്ചെറി. ഇങ്ങനെ ഫസ്റ്റ് നമുക്കാണ് കിട്ടിയത്. പാത്തുമ്മ അങ്ങനെ അത് നീ അങ്ങ് പറഞ്ഞു. അളിയാ നീ പറ. ആർക്കാണ് കിട്ടിയത്? മോതിന് ബെസ്റ്റ് ഇട്ടത് എവിടെയാണെങ്കിലും കളറ് ഇങ്ങോട്ട് ഔട്ട് ഉണ്ട്. കളറാ ഇതാ നോക്കി ചോപ്പാണ്. ആ ഗ്ലാസ് മാറ്റും. ശരിയാ. അങ്ങനെ ഇതിലും നീ കള്ളു കുടിച്ചിട്ട് വരും. ഒന്നാമത്തെ ലെവലും രണ്ടാമത്തെ ലെവലും നമ്മൾ തോറ്റെങ്കിലും പക്ഷേ ബറോട്ട ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ പാത്തുമ്മ ചേച്ചി ചുവന്ന മോതിരമായിട്ട് വെളിയിലോട്ട് ചാടി ഇന്ദിരെ മലത്തി അടിച്ചിരിക്കുകയാണ്. പമ്പിച്ച കയ്യടിയോടുകൂടി അരീക്കോട് ഫാത്തുമ്മയുടെ 30,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ ഇതാ വേദിയിലേക്ക് ഇന്ന പിടിച്ച പൊള്ളാച്ചി ഇന്ദിര പോലും. ഒരു സാധനം കളിയാ. നേഹ നസ്രിൻ ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ഈ കവറിലുണ്ട്. ട്രൈ ചെയ്യണം നേഹ നസ്രിൻ. ഓക്കെ അല്ലേ? അങ്ങനെ ജാക്ക് പോട്ട് ലെവലിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ 30,000 രൂപ ഈ കുടത്തിന്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണ്. എങ്ങാനും തെറ്റായ കുടമാണ് നമ്മളിൽ ആരെങ്കിലും ഒരാൾ പൊട്ടിക്കുന്നതെങ്കിൽ ആ സമ്മാനം മുഴുവൻ അവർക്ക് കിട്ടും. അപ്പൊ ചേച്ചിക്കാണ്, ഇപ്പൊ ജയിച്ചിരിക്കുന്ന ചേച്ചിക്കാണ്, പാത്തുമ്മ ചേച്ചിക്കാണ് ഈ കുടം പൊട്ടിക്കാനുള്ള. അത് വേണമെങ്കിൽ ഇത് പൊട്ടിക്കാം, ഇത് വേണമെങ്കിൽ ഇത് പൊട്ടിക്കാം. പൊട്ടിച്ച് ജയിച്ചു വാ മകളെ, ജയിച്ചു വാ. എന്നെ ഒന്ന് നോക്കണം. എവിടെ അയ്യോ കുടമാണല്ലോ, അണുബോംബല്ല. 30,000 രൂപ വില മതിക്കുന്ന മുട്ടയാണ് പ്രേക്ഷകരെ, നാട്ടുകാരെ. ഇതിന്റെ അകത്ത് ഒരു ഓറഞ്ച് മുട്ടയും നീ എന്താ തിരിച്ചു വെച്ചിരിക്കുന്നത്? ഓറഞ്ച് മുട്ടയും റെഡ് മുട്ടയും. 30,000 രൂപ ആർക്ക് കിട്ടുമോ എന്ന് എന്റെ പാത്തുമ്മ ചേച്ചിക്കായിരിക്കാണ്. ഇതാ അരീക്കോട് പാത്തുമ്മ 30,000 രൂപ വില മതിക്കുന്ന സമ്മാനം അടിച്ചെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ. നാളെ നമുക്ക് കാണാമടാ. നാളെ ലെവൽ 4 മത്സരം നടക്കാൻ പോകുന്നത് നോക്കൌട്ടാണ്. ആരാണ് തോക്കുന്നത് അയാൾ അപ്പ ഔട്ടാവും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചേച്ചി. ഈ 30,000 രൂപ സറണ്ടർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ നോക്കൌട്ട് ലെവലിലോട്ട് ഇറങ്ങാൻ.
നോക്കൌട്ട് ലെവലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ തോറ്റുപോയ ഈ സമ്മാനവും അപ്പുറത്ത് പോവും. ചേച്ചി നമ്മൾ out ആവും. out ആവും. എന്റെ പാത്തുമ്മ ചേച്ചി എന്നെ അപ്പോൾ വിട്ട് പോകരുത്. നാളത്തെ ലെവലിൽ ഫാത്തിമ ചേച്ചി ഔട്ടാകുമോ അതോ പൊള്ളാച്ചിയിൽ നിന്നുള്ള ഈ സുന്ദരി ഈ കൈനിറയുള്ള സമ്മാനങ്ങളുമായി നേടി മുന്നോട്ട് പോകുമോ എന്നറിയാൻ നിങ്ങൾ കാത്തിരിക്കണം. ഞങ്ങൾ പോയിട്ട് നാളെ തിരിച്ചു വരാം. ഇത് നിങ്ങളുടെ സ്വന്തം സൂര്യ ടിവിയിൽ നിങ്ങളുടെ സ്വന്തം ഷോ മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ. And special partner, Happy Jam! Good night, ta-ta!